ഗഫൂർ അലി സിജി DCGC ബാച്ച് 7ലെ സ്റ്റുഡന്റ് ആണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന ഏതാനും സ്കോളർഷിപ്പുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്കോളർഷിപ്സ് ഗവൺമെന്റോ സംഘടനകളോ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മോണിറ്ററി എയ്ഡാണ് സ്കോളർഷിപ്പുകൾ. സ്കോളർഷിപ്പ് സോഴ്സസ്: സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കോളർഷിപ്പ്, പബ്ലിക് സെക്ടർ സ്കോളർഷിപ്പ്, CSR സ്കോളർഷിപ്പ്, NGO സ്കോളർഷിപ്പ്, institutional scholarship, private agency scholarship, individual scholarship and international scholarship. There are two types of scholarships: scholarships without examinations, scholarship with examinations. Central government scholarship. സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പുകൾ അപേക്ഷ സ്വീകരിക്കുന്നതും സ്കോളർഷിപ്പുകൾ നൽകുന്നതും ഒരു പോർട്ടൽ വഴിയാണ്. അതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. വെബ് അഡ്രസ് www.scholarships.gov.in. ഏതൊക്കെയാണ് സ്കോളർഷിപ്പുകൾ നോക്കാം. പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, സ്കോളർഷിപ്പ് ഫോർ ഗേൾസ്, scholarship for students with disabilities, scholarship for SC and ST students, JRF, ICR, scholarship for works of BD, IOMC, LSDM workers, Prime Minister's scholarship, scholarship for single girl child, scholarship for university rank holders, PG scholarship, Pragati scholarship, Saksham scholarship, National Doctoral Fellowship, NTSE, KVPY, etc. Pre-matric scholarship. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിലെ കുട്ടികൾക്ക് അപേക്ഷിക്കാം. വരുമാന പരിധി 1 ലക്ഷമാണ്. ക്വാളിഫൈ എക്സാമിനേഷനിൽ 50% മാർക്ക് നേടിയിരിക്കണം. ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്. പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ്: +1 മുതൽ PhD വരെ പഠിക്കുന്ന SSLC പരീക്ഷയിൽ 50% മുകളിൽ മാർക്ക് നേടിയ മൈനോറിറ്റി വിഭാഗത്തിലെ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. അവർ പ്രൈവറ്റ് ആയതോ ഗവൺമെന്റ് ആയതോ ആയ സ്ഥാപനങ്ങളിൽ, ഹയർ സെക്കൻഡറി കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, പോളിടെക്നിക്കുകളിൽ, IT-കളിൽ പഠിക്കുന്നവരായിരിക്കണം. വർഷത്തിൽ 10,000 രൂപ, അതോടൊപ്പം മെയിൻ്റനൻസ് എമൗണ്ടായി 1,200 രൂപയും മാസത്തിൽ ലഭിക്കും. വരുമാന പരിധി 2 ലക്ഷമാണ്. ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്. പ്രീ മാട്രിക് ആൻഡ് പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസബിലിറ്റീസ്: +1, +2, പോസ്റ്റ് മെട്രിക്കുലേഷൻ ഡിപ്ലോമ, ഡിഗ്രി, PG, UGC ST അംഗീകാരമുള്ള കോഴ്സുകൾ, മെഡിക്കൽ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത. 50% സ്കോളർഷിപ്പുകൾ ഗേൾസിനാണ്. +2 പരീക്ഷയിൽ 50% മുകളിൽ മാർക്ക് നേടിയിരിക്കണം. വർഷത്തിൽ 10,000 രൂപ ഡിഗ്രി തലത്തിലും PG തലത്തിൽ 20,000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കും. വരുമാന പരിധി 8 ലക്ഷമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അപേക്ഷ സമയം. മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ്: പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകളിൽ പഠിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിലെ കുട്ടികൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത. 30% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്നു. 50% മുകളിൽ മാർക്ക് യോഗ്യതാ പരീക്ഷയിൽ നേടിയിരിക്കണം. വരുമാന പരിധി 2 ലക്ഷമാണ്. ഹോസ്റ്റലേഴ്സിന് 30,000 രൂപയും ഡേ സ്കോളേഴ്സിന് 20,000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കും. ഒക്ടോബർ 31 അപേക്ഷിക്കാനുള്ള അവസാന. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്: 8ാം ക്ലാസ്സിലെ മെറിറ്റോറിയസ് ആയ സ്റ്റുഡൻസ് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ്. വരുമാന പരിധി 1.5 ലക്ഷമാണ്. സ്റ്റേറ്റ് ലെവലിൽ നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് നൽകുക.
1 ലക്ഷം സ്കോളർഷിപ്പ് വരെ വർഷത്തിൽ നൽകുന്നു. സ്കോളർഷിപ്പ് എമൗണ്ട് വർഷത്തിൽ 12,000 രൂപയാണ്. നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. സെക്കൻഡറി തലത്തിലെ ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ദേശീയ തലത്തിൽ നടത്തുന്ന ടെസ്റ്റാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് തീരുമാനിക്കുക. 2000 സ്കോളർഷിപ്പ് വരെ ഇപ്പോൾ നൽകുന്നുണ്ട്. +1 +2 തലത്തിലെ മാസത്തിൽ 1250 രൂപയും UG PG തലത്തില് മാസത്തിൽ 2000 രൂപയും PhD തലത്തിലാണെങ്കിൽ UGC നോംസ് അനുസരിച്ചുള്ള സ്കോളർഷിപ്പ് ലഭിക്കും. പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്. ഡോക്ടറൽ പ്രോഗ്രാംസിലേക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫെലോഷിപ്പ് നൽകുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ്, റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നീ ഘട്ടങ്ങൾ കടന്നു പോകണം. ആദ്യ 2 വർഷങ്ങളിൽ 70,000 രൂപയും 3-ാം വർഷം 75,000 രൂപയും 4-5 വർഷങ്ങളിൽ 80,000 രൂപയും പെർമനന്റ് ബേസിസ് സ്കോളർഷിപ്പ് ലഭിക്കും. മെയ് ഡിസംബർ മാസങ്ങളിലാണ് അപേക്ഷാ സമയം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്കോളർഷിപ്പ്. ഇതൊരു പോസ്റ്റ് ഡോക്ടറൽ സ്കോളർഷിപ്പ് ആണ്. ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജസ് പഠിക്കുന്ന മെറിറ്റോറിയസ് സ്റ്റുഡൻസിനാണ് ലഭിക്കുക. 38,800 രൂപ മുതൽ 44,900 രൂപ വരെ മാസത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അപേക്ഷാ സമയം. PG സ്കോളർഷിപ്പ്. This scholarship is awarded to full-time GATE GPAT qualified first-year students. They are admitted to Master of Engineering, Master of Technology, Master of Architecture, and Master of Pharmacy courses in ICTI approved institutions or colleges. Per month 12,400 rupees for 24 months സ്കോളർഷിപ്പ് ലഭിക്കും. ലാസ്റ്റ് ഡേറ്റ് ഇസ് ഓഗസ്റ്റ് 2020. പ്രഗതി ആൻഡ് സാക്ഷം സ്കോളർഷിപ്പ്. പ്രഗതി സ്കോളർഷിപ്പ് AICTE അംഗീകാരമുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഡിഗ്രി, ഡിപ്ലോമക്ക് അഡ്മിഷൻ നേടിയ മെറിറ്റോറിയസ് ആയ പെൺകുട്ടികൾക്ക് നൽകുന്നതാണ്. 4,000 സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ട്യൂഷൻ ഫീസ് ആയിട്ട് 30,000 രൂപയും ഇൻസ്റ്റൻസ് ചാർജിലേക്ക് 20,000 രൂപയും ലഭിക്കും. വരുമാന പരിധി 8 ലക്ഷമാണ്. സാക്ഷം സ്കോളർഷിപ്പ് AICTE അംഗീകാരമുള്ള ടെക്നിക്കൽ സ്ഥാപനങ്ങളിൽ ഡിഗ്രി, ഡിപ്ലോമക്ക് പഠിക്കുന്ന ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് നൽകുന്നതാണ്. 1000 സ്കോളർഷിപ്പ് വരെ നൽകുന്നുണ്ട്. 30,000 രൂപ ട്യൂഷൻ ഫീ റീഇംബേഴ്സ്മെന്റ് ആയിട്ടും 20,000 രൂപ ഇൻസിഡൻസ് ചാർജ് ആയിട്ടും നൽകുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് അപേക്ഷാ സമയം. നാഷണൽ ഡോക്ടറൽ ഫെലോഷിപ്പ് സ്കീം. ഫുൾ ടൈം മെറിറ്റോറിയസ് റിസർച്ച് സ്കോളേഴ്സിനാണ് ഈ ഫെലോഷിപ്പ് ലഭിക്കുന്നത്. They must have secured cumulative grade point average of 7.5 at both degree and PG level and qualified GATE or GPAT. Thrust areas of National Doctoral Fellowship Scheme are nuclear engineering and allied technologies, robotics and mechatronics, energy efficiency, renewable and sustainable energy, electric and hybrid mobility, smart cities, housing and transportation, nanoscience and technology, big data, machine learning and artificial intelligence, drug modeling and development, biomedical and rehabilitation, smart technologies for agriculture and food industry, water purification, conservation and management. Begum Hasrat Mahal National Scholarship for Girls. Maulana Azad Foundation Education Foundation. Maulana ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ കുട്ടികൾക്ക് അപേക്ഷിക്കാം. വർഷത്തിൽ 6,000 രൂപയും
ഇങ്ങനെ 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. 2 ലക്ഷമാണ് വരുമാന പരിധി. SSLC പരീക്ഷയിൽ 55% മാർക്ക് നേടിയിരിക്കണം. ഒക്ടോബർ 31 അപേക്ഷിക്കാനുള്ള അവസാനം. സെൻട്രൽ വഖഫ് കൗൺസിൽ സ്കോളർഷിപ്പ് ഡിഗ്രി തല പരീക്ഷകൾ എഴുതി മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളെ കോമ്പറ്റീവ് എക്സാമിനേഷന് സജ്ജമാക്കാനുള്ള കോച്ചിങ് പ്രോഗ്രാമിനാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. JRF നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നെറ്റ് എക്സാമിനേഷനിൽ JRF അർഹത നേടിയവർക്ക് വർഷത്തിൽ 31,000 രൂപ മാസത്തിൽ 31,000 രൂപയും അതോടൊപ്പം തന്നെ ഇയർലി അലവൻസ് ആയിട്ട് 20,000 രൂപയും ലഭിക്കും. SRF നേടിയാൽ 35,000 രൂപ മാസത്തിൽ ലഭിക്കും. ഒക്ടോബർ മെയ് മാസങ്ങളിൽ അപേക്ഷ ക്ഷണിക്കാറ്. ഡിസംബർ ജൂലൈ മാസങ്ങളിൽ പരീക്ഷ നടക്കും. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ഏതാനും സ്കോളർഷിപ്പുകൾ പരിചയപ്പെടാം. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്, സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്, സുവർണ ജൂബിലി സ്കോളർഷിപ്പ്, സ്നേഹപൂർവം സ്കോളർഷിപ്പ്, വിദ്യാസമന്നതി സ്കോളർഷിപ്പ്, മുസ്ലിം നാടാർ ഗേൾസ് സ്കോളർഷിപ്പ്, OBC ഓവർസീസ് സ്കോളർഷിപ്പ്, സ്കോളർഷിപ്പ് ടു ചിൽഡ്രൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്, ആസ്പർ സ്കോളർഷിപ്പ്, BPL സ്കോളർഷിപ്പ് ഫോർ MBBS, മ്യൂസിക് ഫൈൻ ആർട്സ് സ്കോളർഷിപ്പ്, ബ്ലൈൻഡ് ഓർ PH സ്കോളർഷിപ്പ്, ഉർദു സ്കോളർഷിപ്പ്, ഹിന്ദി സ്കോളർഷിപ്പ് ആൻഡ് സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ്, ഹയർ എഡ്യൂക്കേഷൻ പ്രതിഭ സ്കോളർഷിപ്പ്, സ്കോളർഷിപ്പ് ഫോർ ഡിപെൻഡന്റ് ഓഫ് ജവാൻസ്, ആം ആദ്മി ബീമ യോജന സ്കോളർഷിപ്പ്, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, ITC ഫീ റീഇംബേഴ്സ്മെന്റ്, സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെന്റ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, ചാർട്ടേഡ് കോഴ്സസ് സ്കോളർഷിപ്പ്. DC സ്കോളർഷിപ്പ് പോർട്ടൽ. DC scholarship schemes stands for Department of College Education that provided by Kerala government. DC scholarship scheme of Kerala offers various scholarship schemes for students to promote higher studies in the states. ഉന്നത പഠന പ്രോത്സാഹനത്തിനു വേണ്ടി DC സ്കോളർഷിപ്പ് സ്കീമിലൂടെ വിവിധ തരം സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുന്നു. മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ, സൊറാസ്ട്രിയൻസ്, പാർസീസ്, സിഖ് മതവിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഈ DC സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം. ഈ ഗ്രാൻസ് പോർട്ടൽ ഇത് SC, ST, OBC അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ പോർട്ടലാണ്. ഡിഗ്രി, ഡിപ്ലോമ, ഡോക്ടറൽ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പോളിടെക്നിക്, PG, പ്രൊഫഷണൽ, VHSC കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, SC, ST, OBC, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് കുട്ടികൾക്ക് അപേക്ഷിക്കാം. വരുമാന പരിധി 1 ലക്ഷമാണ്. പക്ഷേ SC, ST വിഭാഗങ്ങൾക്ക് വരുമാന പരിധി ഇല്ല. സ്റ്റൈപ്പൻഡ് തുക മാസത്തിൽ 750 രൂപയാണ്. BPL സ്കോളർഷിപ്പ്. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. വർഷത്തിൽ 5,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന മെറിറ്റോറിയസ് സ്റ്റുഡൻസിനാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 9,000 സ്കോളർഷിപ്പ് ഹയർ സെക്കൻഡറി തലത്തിലും VHSC തലത്തിൽ 1000 സ്കോളർഷിപ്പ് നൽകുന്നു. ഒക്ടോബർ മാസത്തിലാണ് അപേക്ഷാ സമയം. ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അവർ ഹയർ സെക്കൻഡറി, ITI, പോളിടെക്നിക്, VHSC കോഴ്സുകൾ പഠിക്കുമ്പോൾ നൽകുന്ന സ്കോളർഷിപ്പാണ്. 7 വർഷം വരെ സ്കോളർഷിപ്പ് കൊടുക്കാം. വർഷത്തിൽ 1,250 രൂപയാണ് സ്കോളർഷിപ്പ് തുക. സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ്. UG, PG തലത്തിലെ 1ാം വർഷം ഗവൺമെന്റ് എയ്ഡഡ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ നേടിയ BPL കുട്ടികൾക്കാണ് അർഹത. ക്വാളിഫൈങ് എക്സാമിനേഷനിൽ 50% മാർക്ക് നേടിയിരിക്കണം. വർഷത്തിൽ 10,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. അപേക്ഷാ സമയം നവംബർ. സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ്. സംസ്കൃതം ഒരു
സബ്ജക്റ്റായി പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ്. UG തലത്തിൽ 2000 രൂപയും ഇങ്ങനെ 55 സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. PG തലത്തിൽ 2000 രൂപ 25 സ്കോളർഷിപ്പുകൾ ഇങ്ങനെ നൽകുന്നുണ്ട്. നവംബർ മാസമാണ് അപേക്ഷാ സമയം. ഹിന്ദി സ്കോളർഷിപ്പ്. ഹിന്ദി ഒരു ഭാഷയായി പഠിക്കുന്ന, ഹിന്ദി ഒരു സബ്ജക്റ്റായി പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. UG തലത്തിൽ മാസത്തിൽ 500 രൂപ ഇങ്ങനെ 55 സ്കോളർഷിപ്പുകളും PG തലത്തിൽ മാസത്തിൽ 1000 രൂപ നിരക്കിൽ 25 സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട്. നവംബറാണ് അപേക്ഷാ സമയം. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഡിഗ്രി തലത്തിൽ വർഷത്തിൽ 5000 രൂപയും PG തലത്തിൽ 6000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കും. പ്രൊഫഷണൽ കോഴ്സുകൾക്കാണെങ്കിൽ വർഷത്തിൽ 7000 രൂപയും ലഭിക്കും. വരുമാന പരിധി 7 ലക്ഷമാണ്. മുസ്ലിം, ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം. സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. ഡിഗ്രി PG കോഴ്സുകൾക്ക് ഗവൺമെന്റ് എയ്ഡഡ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിഷൻ നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. UG തലത്തിൽ വർഷത്തിൽ 1250 രൂപ ഇങ്ങനെ 300 സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. PG തലത്തിൽ വർഷത്തിൽ 1500 രൂപ 150 സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. 50% അബോവ് മാർക്ക് യോഗ്യതാ പരീക്ഷ നേടിയിരിക്കണം. വരുമാന പരിധി 1 ലക്ഷമാണ്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ഗവൺമെന്റ് എയ്ഡഡ് പോളിടെക്നിക്കുകളിൽ പഠിക്കുന്ന BPL വിഭാഗത്തിലെ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത. സ്കോളർഷിപ്പ് എമൗണ്ട് 6000 രൂപയാണ്. അപേക്ഷാ സമയം സെപ്റ്റംബറാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. SSLC, VHSC, +2 തലത്തിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. 2000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. BPL വിഭാഗത്തിലെ കുട്ടികൾക്കാണ് അർഹത. MBBS BPL സ്കോളർഷിപ്പ്. സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ്. ഓരോ കോളേജിൽ നിന്നും 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. മദർ തെരേസ സ്കോളർഷിപ്പ്. നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. BPL ആയിട്ടുള്ള മൈനോറിറ്റി വിഭാഗത്തിലെ കുട്ടികൾക്ക് അപേക്ഷിക്കാം. 15000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. 50% പെൺകുട്ടികൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ ആണ് അപേക്ഷാ സമയം. CSS CMA സ്കോളർഷിപ്പ്. OBC വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. അവർക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് 6000 രൂപയും ഫൈനൽ കോഴ്സിന് 12000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കും. വരുമാന പരിധി 1.5 ലക്ഷമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ ആണ് അപേക്ഷാ സമയം. സമുന്നതി സ്കോളർഷിപ്പ്. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. സ്കോളർഷിപ്പ് വർഷത്തിൽ ഹൈസ്കൂൾ തലത്തിൽ 2000, ഹയർ സെക്കൻഡറി തലത്തിൽ 3000, UG തലത്തിൽ 5000 രൂപയും PG തലത്തിൽ 6000 രൂപയും, UG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 7000 രൂപയും CA കോഴ്സുകൾക്ക് 10000 രൂപയും സ്കോളർഷിപ്പ് തുക ലഭിക്കും. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 1ാം വർഷം അഡ്മിഷൻ നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. +2 പരീക്ഷയിൽ 95% മാർക്ക് നേടിയിരിക്കണം. UG തലത്തിൽ ഫസ്റ്റ് ഇയർ 12000 രൂപയും സെക്കൻഡ് ഇയർ 18000 രൂപയും തേർഡ് ഇയറിൽ 24000 രൂപയും PG തലത്തിൽ ഫസ്റ്റ് ഇയർ 40000 രൂപയും സെക്കൻഡ് ഇയറിന് 60000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കും. ഇൻസ്പയർ സ്കോളർഷിപ്പ്. വർഷത്തിൽ 80000 രൂപയാണ് സ്കോളർഷിപ്പ്. ഇങ്ങനെ 12000 സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ബോർഡ് നടത്തുന്ന +2 പരീക്ഷയിൽ ഏറ്റവും ടോപ്പിലെത്തുന്ന 1% മെറിറ്റോറിയസ് സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ KVPY, NTSE, JBN, STS, ഇന്റർനാഷണൽ ഒളിമ്പിയാഡ് മെഡലിസ്റ്റ് ഇവർക്കെല്ലാം അർഹതയുണ്ട്. ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ലെവൽ കോഴ്സസ്
ഇൻ ബേസിക് ആൻഡ് നാച്ചുറൽ സയൻസസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. പ്ലസ് ടുവിന് ശേഷം ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എടുത്തിരിക്കണം. ഇതിൽ വരുന്ന കോഴ്സുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി, ഇലക്ട്രോണിക്സ്, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ആന്ത്രോപോളജി, മൈക്രോബയോളജി, ജിയോഫിസിക്സ്, ജിയോകെമിസ്ട്രി, അറ്റ്മോസ്ഫറിക് സയൻസസ്, ഓഷ്യാനിക് സയൻസസ്. OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള OBC വിഭാഗത്തിലെ കുട്ടികൾക്ക് അപേക്ഷിക്കാം. വരുമാന പരിധി 44,500 രൂപയാണ്. ഒക്ടോബർ 31 അവസാന തീയതി. കേരള വഖഫ് ബോർഡ് ലോൺ സ്കോളർഷിപ്പ് MBBS, BTech, BDS, ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ്, BHMS, BAMS, BSc നഴ്സിംഗ്, GNM തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്കാണ് ഈ പലിശരഹിത ലോൺ സ്കോളർഷിപ്പ് നൽകുന്നത്. പ്ലസ് ടു പരീക്ഷയിൽ മിനിമം 75% മാർക്ക് നേടിയിരിക്കണം. വരുമാന പരിധി 2,50,000 രൂപയാണ്. സ്നേഹപൂർവം ഓർഫൻസ് ആയ കുട്ടികൾക്ക് അപേക്ഷിക്കാം. 5ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓഫ്ലൈൻ ആയിട്ടുള്ള അപേക്ഷ സ്ഥാപനങ്ങളിൽ നൽകണം. ഒക്ടോബർ മാസമാണ് അപേക്ഷാ സമയം. ആസ്പയർ സ്കോളർഷിപ്പ് PG, PhD, MPhil സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പാണ്. അവർ PGക്കോ MPhilനോ PhDക്കോ ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളവയിൽ പഠിക്കുന്നവരായിരിക്കണം. വിത്തിൻ സ്റ്റേറ്റ് മാസത്തിൽ 8,000 രൂപയും ഔട്ട്സൈഡ് ഓഫ് സ്റ്റേറ്റ് മാസത്തിൽ 10,000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കും. UGC, JRF, CSIR, SRF നേടിയവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. IED സ്കോളർഷിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിസബിലിറ്റി 40% മുകളിൽ ആണെങ്കിൽ അപേക്ഷിക്കാം. 4,300 രൂപയാണ് വർഷത്തിൽ സ്കോളർഷിപ്പ് തുക. താങ്ക് യു.